ഹായ് ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഉപ്പുമാവാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ക്യാരറ്റും പച്ചമുളക് സവോളയൊക്കെ അരിയുക. നമുക്ക് രാവിലെ ആക്കുമ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഉണ്ടാക്കാം. വേണ്ട നമ്മൾ ഉപ്പുമാവിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നൊക്കെയാ, ക്യാരറ്റുണ്ട്, സവോളയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചി ഇവയെല്ലാം സെറ്റാക്കി വെച്ചു. വറുത്ത റവയാണ് മേടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ട്. നമുക്കെന്നാ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ബാ. ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാലോ. കടുക് പൊട്ടിച്ച് നമ്മുടെ വെജിറ്റബിൾസും എല്ലാം കൂടെ വഴറ്റി എല്ലാം സെറ്റാക്കി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഉപ്പിട്ട് റവയിട്ട് മൂടി വെച്ച് അങ്ങനെ സെറ്റാക്കി അങ്ങനെയാണ് ഉപ്പുമാവ്. അങ്ങനെ സെറ്റാക്കി ഇനി മഞ്ഞപ്പൊടി ഇടുവാണെങ്കിൽ മഞ്ഞ കളറിലുള്ള ഉപ്പുമാവ്. ഈ വെള്ളം നല്ല വെട്ടി തിളച്ചിട്ട് നമുക്ക് റവ ഇടാവേ. അങ്ങനെ വേണ്ട നമ്മുടെ വെള്ളത്തിനകത്തോട്ട്, അതായത് തിളച്ച വെള്ളത്തിനകത്തോട്ട് ഉപ്പുമാവെല്ലാം ഇട്ട് ഒന്ന് വേകാൻ വേണ്ടി വെക്കുവാണേ. അത് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇച്ചിരി നെയ്യ് അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഉപ്പുമാവിന്. അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി കട്ടയെല്ലാം ഉടച്ച് നല്ല സൂപ്പറായിട്ട് ഉപ്പുമാവ് റെഡിയാവും കേട്ടോ. അങ്ങനെ വേണ്ട ഉപ്പുമാവ് നമ്മൾ വിളമ്പുക, കഴിക്കാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും പഴമായിരുന്നു. നല്ല കുശാലായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസാണ്. എന്നാണെന്നറിയാവോ? ഉണക്കമീൻ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല മുളക് കറി വെക്കാൻ വേണ്ടി. കഷ്ണം മീൻ, ഉണക്കമീൻ. അപ്പം നമുക്കത് വെച്ചാലോ? വേണ്ട എല്ലാം സെറ്റാക്കി ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം സെറ്റാക്കി ചതച്ചെടുത്തത് എളുപ്പത്തിന്. തേങ്ങാക്കൊത്തും ഒക്കെ കൊത്തിയിട്ട് നമുക്ക് കറി വെക്കാം. സാധാരണ കറി വെക്കുന്ന പോലെ തന്നെ, മീൻകറി കറി വെക്കുന്ന പോലെ. കറി എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്ത് ഉപ്പ് കൂടി പോവായിരിക്കും എന്ന് ഓർത്തു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം മാറ്റി ഉണക്കമീൻ മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. കറി എന്ന് പറഞ്ഞാൽ അടിപൊളി കളിയായിരുന്നു. ടിറ്റോ പറഞ്ഞ് സൂപ്പർ കളിയാണെന്നത് കേട്ടപ്പോൾ തന്നെ മനസ്സ് നിറയും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ സൂപ്പറാന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹമാവും. നന്നായിട്ട് ഞാൻ അത്യാവശ്യമില്ലാതെ കുക്കിങ്ങൊക്കെ ചെയ്യും എന്ന് തോന്നുന്നു. എല്ലാവരും പറയാറുണ്ട് നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ വെച്ച് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് വഴങ്ങുള്ളൂ. അങ്ങനെ മീൻകറിയൊക്കെ വെക്കുന്ന പോലെ അങ്ങ് വെക്കും. കരിയാപ്പിലയിട്ട് നമുക്ക് മീൻ മൂടി വെച്ച് ചെറുതീയിൽ വേവിക്കാം. അപ്പോൾ അതേ ടിറ്റോച്ചേട്ടൻ ഫോൺ വിളിച്ച് ചോദിച്ചു, കറിയൊക്കെ ആയോ, ചോറുണ്ണാൻ എനിക്ക് അങ്ങോട്ട് വരാനാണ്. അതായത് ലോഡെങ്ങാണ്ട് ഇറക്കിയിട്ട് വന്നതാണ് ഗോഡൗണിലോട്ട്. അപ്പോൾ ഓടി വരും ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അന്നേരം ക്യാബേജൊന്നും ഞാൻ എടുത്തിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ ചമ്മന്തി അരയ്ക്കാം. അതിന് തേങ്ങ എടുത്തപ്പം ക്യാബേജും കൂടെ എന്നാൽ തോരൻ വെച്ചേക്കാം. അത് രണ്ടിനും കൂടെ തേങ്ങയൊക്കെ ചിരണ്ടി അത് കഴിഞ്ഞ് ചമ്മന്തി ഞാൻ അരച്ച് വെച്ചു. അത് കഴിഞ്ഞ് ക്യാബേജും ക്യാരറ്റും പച്ചമുളകും എല്ലാം അരിഞ്ഞ് തോരന് റെഡിയാക്കി. ഞാനെങ്ങനെയാണ് ചമ്മന്തി അരയ്ക്കുന്നതെന്നറിയാം. തേങ്ങ നല്ല പൊടിയായിട്ട് ചിരണ്ടിയിട്ട് നല്ല ചെറിയുള്ളിയും വത്തലിമുളകും ഇഞ്ചിയും പുളിയും കൂടെ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റി ആദ്യം അത് നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് തേങ്ങയും കൂടെ ഇട്ട് സൂപ്പറായിട്ട് ചമ്മന്തി നല്ലതായിട്ട് അരയണം. ഉപ്പുമൊക്കെ ഇട്ട് അരച്ചെടുക്കുമ്പോൾ എന്നാ ടേസ്റ്റാണെന്നറിയാം. ആ കറി മാത്രം മതി ചോറുണ്ണാൻ വേണ്ടി. അപ്പോൾ അതേ നമ്മുടെ മീൻകറിയെല്ലാം സെറ്റായിട്ടുണ്ട്. എണ്ണ തെളിയുന്നുണ്ട് ചെറിയ തീയിലിട്ട് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മീൻകറി വാങ്ങി വെക്കാം. അന്നേരം പിന്നെ ആ അപ്പുറത്തെ അടുപ്പയിലോട്ട് ക്യാരറ്റിന് തോരനുള്ളതും കൂടെ സെറ്റാക്കി കടുകൊക്കെ പൊട്ടിച്ച് എല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് വഴറ്റി നമ്മൾ തേങ്ങയും അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് നമ്മളത് സെറ്റാക്കി ഉച്ചക്കത്തേക്ക്